ഒക്ടോബർ 4-ന് 24 മണിക്കൂർ ചരക്ക് വാഹന പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് സംയുക്ത സമരസമിതി ചരക്ക് ഗതാഗത മേഖലയെ സംരക്ഷിക്കുക, ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. ചരക്ക് ഗതാഗത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കണമെന്നും കരിങ്കല്ല് ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ വില ഏകീകരിക്കണമെന്നും തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി വാഹന ഉടമ സംഘങ്ങളും തൊഴിലാളികളും പണിമുടക്കുന്നത്. ഒക്ടോബർ 3-ന് പ്രതിഷേധ സൂചകമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിളംബര ജാഥയും ഒക്ടോബർ 4-ന് രാവിലെ കളക്ട്രേറ്റ് മാർച്ചും നടത്തുമെന്നും സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചു. CITU, INTUC, HMS, AITUC, STU തുടങ്ങിയ ട്രേഡ് യൂണിയനുകളും ടിപ്പർ, ലോറി, ടാങ്കർ, ഗുഡ്സ്, ആപ്പെ, പിക്കപ്പ്, ടോറസ് തുടങ്ങിയ വാഹനങ്ങളുടെ ഉടമ സംഘടനാ പ്രതിനിധികളും സംയുക്തമായാണ് കേരളത്തിൽ 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതെന്ന് സംയുക്ത സമരസമിതി സംസ്ഥാന വൈസ് ചെയർമാനും HMS ട്രേഡ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മനോജ് ഗോപി പറഞ്ഞു. വിവിധങ്ങളായ ആവശ്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് മുന്നിലും സംസ്ഥാന ഗവൺമെന്റിന് മുന്നിലും പല പ്രാവശ്യം ഡിമാൻഡായിട്ട് നോട്ടീസായിട്ട് കൊടുത്തിട്ടും ഒന്നിനും ഒരു പരിഹാരം കാണാതെ ഈ തൊഴിൽ മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഈ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള നയങ്ങളും നിലപാടുകളുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും ടാങ്കർ, ലോറി, ടിപ്പർ ഉടമ സംഘടനകളും ഒന്നിച്ച് തിരുവനന്തപുരത്തെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 4-ാം തീയതി 24 മണിക്കൂർ ചരക്ക് ഗതാഗത മേഖല തൊഴിലാളികളും തൊഴിലുടമ സംഘങ്ങളും ഒക്കെ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.